പാലില്ലാത്തത് കൊണ്ട് ഫോർമുല കൊടുക്കാൻ ഡോക്ടർ അഡ്വൈസ് ചെയ്തു. പക്ഷേ 2 മണിക്കൂർ ഇടവിട്ട് മുലയൂട്ടണം, 4 മണിക്കൂർ ഇടവിട്ട് ഫോർമുല കൊടുക്കാം, നന്നായി വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും പാലുണ്ടാകാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഫുഡിന്റെ ലിസ്റ്റും കൂട്ടത്തിൽ എനിക്ക് 2 മരുന്നും പ്രിസ്ക്രൈബ് ചെയ്തു. എന്നെ വീട്ടിൽ വിട്ടു. അവർ പറഞ്ഞതൊക്കെ ഞാൻ കൃത്യമായി ഫോളോ ചെയ്യുകയും ചെയ്തു. അങ്ങനെ CS കഴിഞ്ഞ് 5th ഡേ ഒക്കെ ആയപ്പോൾ എനിക്ക് പനിക്കാൻ വരുന്ന പോലെ മേലാകെ ഒരു വേദന വരാൻ തുടങ്ങി. ഗർഭകാലത്ത് പോലും നീര് വരാതിരുന്ന എൻ്റെ കാല് രണ്ടും നീര് വന്ന് തടിച്ചുയർത്തു. ഇൻഫെക്ഷൻ ആണോ എന്ന് പേടിച്ച് ഡോക്ടറെ വിളിച്ചപ്പോൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ആ റിസൾട്ടിൽ പ്രോട്ടീൻ്റെ അളവ് കുറവായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരു പ്രോട്ടീൻ പൗഡറും തന്നു. പാലിറങ്ങാൻ തുടങ്ങുമ്പോൾ നീര് പൊക്കോളും, പേടിക്കണ്ടെന്ന് പറഞ്ഞു. നീര് വന്ന കാലും വെച്ച് CS മുറിവിൽ വേദനയും സഹിച്ച് 2 പേർക്ക് 2 മണിക്കൂർ ഇടവിട്ട് 1/2 മണിക്കൂർ ഇരുന്ന് പാല് കൊടുത്തതൊക്കെ എനിക്കിപ്പോൾ ഓർക്കാൻ പോലും പറ്റുന്നില്ല. ഒരു തരത്തിൽ മറവി ഒരു അനുഗ്രഹമാണ് അല്ലേ? അല്ലെങ്കിൽ ആളുകൾ 2ഉം 3ഉം ഒക്കെ പ്രസവിക്കൂ. അപ്പം ശരി, ബാക്കി കഥ പിന്നെ പറയാം. പിന്നെ ഞാൻ അന്ന് പാലുണ്ടാകാൻ കഴിച്ച മരുന്നിൻ്റെ ഫുഡിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് വെച്ച് ഒരു വീഡിയോ ചെയ്താലോ? അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണേ.